ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. കൊട്ടിയൂർ വൈശാഖോത്സവം വൈശാഖ മാസം നടക്കുന്ന ഉത്സവമായതുകൊണ്ടാണ് വൈശാഖോത്സവം എന്നറിയപ്പെടുന്നത്. ഇതിനു മുമ്പ് ഞാൻ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. തുടർന്ന് അങ്ങോട്ടും എല്ലാ ചടങ്ങുകളെ പറ്റിയുള്ള വീഡിയോകൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് അങ്ങോട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കണ്ണൂർ ജില്ലയിൽ കിഴക്കൻ മലയോര പ്രദേശമായ കൊട്ടിയൂർ എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൊട്ടിയൂർ ക്ഷേത്രത്തെ ഇക്കരക്കൊട്ടിയൂർ ക്ഷേത്രം എന്നോ അക്കരക്കൊട്ടിയൂർ ക്ഷേത്രം എന്ന് രണ്ടായി അറിയപ്പെടുന്നുണ്ട്. അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് ഈ വൈശാഖോത്സവം നടക്കുന്നതും. അക്കരക്കൊട്ടിയൂർ ക്ഷേത്രം ബാവലി പുഴയുടെ തീരത്താണ്. ബാവലി പുഴയും എടബാവലി മുറിച്ചിനാര നടവഴി നമ്മൾ ഈ യാഗഭൂമിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ചുറ്റും കയ്യാലകളും നടുവിൽ തിരുവഞ്ചിറ എന്നറിയപ്പെടുന്ന ഒരു ജലസ്രോതസ്സും, തിരുവഞ്ചിറക്കുള്ളിലായി മണിത്തറ, തടപ്പള്ളി, അമ്മാർക്കൽ, ഇതാണ് യാഗഭൂമി. ഇതാണ് അക്കരക്കൊട്ടിയൂർ ക്ഷേത്രം. തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭൂതിയാണ് അക്കരക്കൊട്ടിയൂർ ക്ഷേത്രം. കാരണം കാലാവസ്ഥ മഴ പെയ്യുന്ന കാലാവസ്ഥയാണ്. പുഴ മുറിച്ച് കടന്ന് ഈറനണിഞ്ഞ് കുളിച്ച് ഈറനണിഞ്ഞാണ് തിരുവഞ്ചിറയിലേക്ക് പ്രവേശിക്കുന്നത്. കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ആചാരങ്ങളെപ്പറ്റിയും ക്ഷേത്രത്തെപ്പറ്റിയും ഉത്സവത്തെപ്പറ്റിയും എല്ലാം നല്ല അറിവുള്ള ഒരു വ്യക്തി ഇപ്പം നമ്മളെ കൂടെയുണ്ട്. ശ്രീ പത്മനാഭൻ ചെറിയത്ത്, കുടിവതി തറവാട്ടംഗം, മുതിർന്ന രണ്ടാമത്തെ കാരണവരാണ് ഇദ്ദേഹം. കൊട്ടിയൂർ ചരിത്രത്തെപ്പറ്റിയും കൊട്ടിയൂർ ഉത്സവത്തെപ്പറ്റിയും കൊട്ടിയൂരെ പറ്റിയെല്ലാം സമഗ്രമായി വിശകലനം ചെയ്ത് 2 പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട്. അവരുമായിട്ട് നമുക്ക് ഈ കൊട്ടിയൂർ വിശേഷങ്ങൾ പങ്കുവെക്കാം. ഞാൻ പത്മനാഭൻ നായർ, മണത്തണ. ശ്രീ വൈശാഖ മഹോത്സവത്തിലെ വളരെ പ്രധാനപ്പെട്ട ചടങ്ങായ ഭണ്ഡാരം എഴുന്നള്ളത്തിൽ ഭണ്ഡാരങ്ങൾ മണത്തണ കരിമ്പന ഗോപുരത്തിൽ നിന്നും കൊട്ടിയൂർ സന്നിധാനത്തേക്ക് വരെ എഴുന്നള്ളിച്ചെത്തിക്കേണ്ടതും ഉത്സവാനന്തരം കലശാട്ട് നാള് അവ തിരിച്ച് മണത്തണ കരിമ്പന ഗോപുരത്തിലെത്തിക്കാനും ബാധ്യതപ്പെട്ട കടമപ്പെട്ട തറവാടാണ് കുടിവതി തറവാട്. 4 തറവാടുകളാണ് കുടിവതികൾക്കുള്ളത്. അതിൽ ചെറിയത്തെ തറവാട്ടിലത്തെ രണ്ടാമത്തെ കാരണവർ എന്ന് പറയാം. എൻ്റെ നേരെ മൂത്ത ആളാണ് ഇപ്പോഴത്തെ കാരണവർ. അദ്ദേഹത്തിൻ്റെ പേര് പ്രഭാകരൻ നായർ എന്നാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നീരെഴുന്നള്ളത്തെ പറ്റി ചിന്തിക്കാം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം തന്നെ 2 ഘട്ടങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് അകംചടങ്ങ്, ഒന്ന് പുറംചടങ്ങ്. പുറംചടങ്ങിലാണ് ഉത്സവം ആരംഭിക്കുന്നത്. ഈ നീരെഴുന്നള്ളത്തിൻ്റെ 20 ദിവസങ്ങൾക്ക് മുമ്പേ നടന്ന ചടങ്ങാണ് പുറക്കൂവം. കൂവത്തിനുള്ള അരി പുറത്തേക്ക് അളന്ന് കൊടുക്കുന്ന ദിവസം. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്, പുറക്കൂവം. പുറത്തേക്ക് കൂവത്തിന് അരി അളക്കുന്ന ദിവസം. അത് കഴിഞ്ഞ് 20ാമത്തെ ദിവസം ആണ് നീരെഴുന്നള്ളത്ത് വരിക. അതായത് ഈ വർഷത്തെ നീരെഴുന്നള്ളത്ത് ഇന്നലെ നടന്നു. മെയ് 16 ഇന്നലെയാണ് നീരെഴുന്നള്ളത്ത് ചടങ്ങ് നടന്നത്. നീരെഴുന്നള്ളത്ത് ചടങ്ങ് പൂർവികമായിട്ട് അതിലെ സ്ഥാനികർ മാത്രം പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ്. ഇപ്പോഴും ഭക്തജനങ്ങൾക്ക് കൂടി അതിൽ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. ചടങ്ങുകൾ മിക്കവയും നടക്കുന്നത് ഇക്കര ക്ഷേത്രത്തിന് അടുത്ത് വെച്ചാണ്. ക്ഷേത്രത്തിനകത്തല്ല, ക്ഷേത്രത്തിന് പുറത്ത്. ഇക്കര ക്ഷേത്രത്തിൻ്റെ പുറത്ത് ആയില്യാർക്കാവിനും അതിൻ്റെ സമീപ പ്രദേശത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. അതിലെ പ്രധാന ഒരു ചടങ്ങ് രാവിലത്തെ 1-2 ചടങ്ങുകൾക്ക് ശേഷം നടക്കുന്ന അക്കര കടക്കൽ എന്ന ചടങ്ങാണ്. അക്കര ആണ് ഈ വൈശാഖ മഹോത്സവം നടക്കുന്ന സ്ഥലം. മണിത്തറ എന്നാണ് പറയുക. ആ ശ്രീകോവിലിൻ്റെ സ്ഥാനത്തിന് മണിത്തറ എന്നാണ് പറയുക. ആ മണിത്തറയിലാണ് ദേവചൈതന്യം കുടികൊള്ളുന്ന സ്വയംഭൂ ഇരിക്കുന്നത് എന്നാണ് നമ്മുടെ വിശ്വാസം. ആ സ്വയംഭൂ ഇരിക്കുന്ന സ്ഥലം അതിന് തൃക്കുഴി എന്നാണ് പറയുക. തൃക്കുഴി കഴിഞ്ഞ കലശാട്ട നാളിൽ മണ്ണിട്ട് മൂടും. മണ്ണുകൊണ്ട് അത് തറക്ക് സമാനമായി മൂടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് പോരുന്ന ആൾക്കാർ. അതിനുശേഷം അവിടെ മനുഷ്യ പ്രവേശനമില്ല എന്നാണ് വിശ്വാസവും പൂർവ്വകാലത്ത് അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ പിന്നെ ധാരാളം ജനങ്ങളെല്ലാം കൂടുതലായിട്ട് വന്നതിന് ശേഷം അതിലേക്കൂടി ആരെങ്കിലും പോകുന്നുണ്ടാകാം. തീർത്തും ഒരു തീർത്ഥാടനോ
അല്ലെങ്കിൽ ഒരു മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവേശനമോ മനുഷ്യപ്രവേശനമോ ഇല്ല എന്ന് തന്നെ പറയാം. ആ ഒരു സ്ഥലത്തേക്ക് ആദ്യമായിട്ട് ഈ വർഷത്തെ ഉത്സവ ചടങ്ങുകളുടെ ആദ്യമായിട്ട് മനുഷ്യപ്രവേശനം നടക്കുന്ന ദിവസമാണ് നീരെഴുന്നള്ളത്ത്. ഇക്കര ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് മന്നഞ്ചേരിയിൽ ഉരുളിക്കുളം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഉരുളിക്കുളത്തിൻ്റെ സമീപത്തായിട്ട് ധാരാളം ചെടിയായ കാട്ടുകൂവ വളർന്നിട്ടുണ്ടാകും. ആ കൂവകളിലെ ഇലയിൽ കാട്ടുകൂവയുടെ ഇലയിൽ ഉരുളിക്കുളത്തിൽ നിന്നും വെള്ളം സ്വീകരിച്ച് അത് വാവരി കടന്ന് അതിലെ ഒരു ചെറിയ ഊടുവഴികളിൽ കൂടി അക്കരെ പ്രവേശിക്കും. അക്കരെ പ്രവേശിച്ചിട്ട് ആദ്യമായിട്ട് ഈ മണിത്തറയിൽ അഭിഷേകം നടത്തുന്നു. ആദ്യത്തെ അഭിഷേകം ചെയ്യുന്നത് കുറിച്ചിയ സമുദായത്തിൽപ്പെട്ട ഒറ്റപ്പിലാൻ പണിക്കരാണ്. ഒറ്റപ്പിലാൻ പണിക്കര് മറ്റ് സമുദായത്തിലെ ആൾക്കാർ, മറ്റ് സ്ഥാനീകരെത്തുന്നതിന് മുൻപായിട്ട് കൂവേലയിൽ ഇതേ തീർത്ഥജലവുമായി അവിടെ എത്തുകയും ഈ മണിത്തറയിലെ ആദ്യത്തെ അഭിഷേകം നടത്തുകയും ചെയ്യും. അദ്ദേഹത്തെ നമുക്ക് വേണമെങ്കിൽ പൂണൂലില്ലാത്ത തന്ത്രി എന്ന് വിളിക്കാം. അതാണ് ശരിയെന്ന് തോന്നുന്നു. ആ പദം തന്നെയാണ് അദ്ദേഹത്തിന് യോജിച്ച ഒരു പേര് എന്ന് തോന്നുന്നു. ഇപ്പോൾ പലരും അദ്ദേഹത്തെ പൂണില്ലാത്ത തന്ത്രി എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട്. കാട്ടുവർഗക്കാരാണ് കുറിച്യ സമുദായ അംഗങ്ങളെ കാട്ടുവർഗക്കാർ എന്ന് പറയുക. നമ്മുടെ ഇന്നത്തെ ആധുനിക രീതിയിൽ ഷെഡ്യൂൾഡ് ട്രൈബ്സ് വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അങ്ങനെ കുറിച്യ സമുദായത്തിൽപ്പെട്ട കുറിച്യ യുവാവാണ് കൊട്ടിയൂരിലത്തെ ചൈതന്യമായിരിക്കുന്ന ഈ സ്വയംഭൂ വിഗ്രഹം ആദ്യമായിട്ട് കണ്ടെത്തിയത് എന്നാണ് നമ്മുടെ വിശ്വാസവും പ്രമാണവും. ആ തരത്തിൽ അതിൽ അമ്പ് അണച്ചപ്പോൾ രക്തം വാർന്നു എന്നും അങ്ങനെ ഒരു ശില കണ്ടെത്തിയ വിവരം അദ്ദേഹം ഏറ്റവും അടുത്തിരിക്കുന്ന പടിഞ്ഞിറ്റയിലെത്തി എന്ന് പറഞ്ഞു എന്നും പിന്നീട് അത് നാട്ടിലെല്ലാം പറഞ്ഞ ആൾക്കാർ അവിടെ എത്തി അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു, അവിടെ നിത്യപൂജകൾ ആരംഭിച്ചു എന്നും എല്ലാം നമ്മുടെ വിശ്വാസവും കഥയും. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെ ആയിരിക്കാം കുറിച്യ സമുദായ അംഗമായ ഈ ഒറ്റപ്പിലാൻ പണിക്കര് ആദ്യമായിട്ട് അഭിഷേകം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിഷേകത്തിന് ശേഷം അവിടെ പടിഞ്ഞിറ്റ നമ്പൂതിരി ഇതേമാതിരി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂവയിലയിൽ തീർത്ഥവുമായി അവിടെ എത്തുകയും ആ തീർത്ഥം ഈ സ്വയംഭൂവിലേക്ക് അഭിഷേകം നടത്തുകയും ചെയ്യുന്നു. ഈ സമയത്ത് ഇതിനു മുമ്പായിട്ട് കുറിച്യ സമുദായ അംഗം അവിടെ പ്രവേശിച്ചു. അദ്ദേഹം അത് അടിച്ചു വൃത്തിയാക്കും. ആ സ്ഥലത്തെ അഴുക്കുകളെല്ലാം പാണലില കൊണ്ട്, പാണൽ എന്ന് പറയുന്ന ഒരു കാട്ടുചെടിയുണ്ട്, അത് കെട്ടിയിട്ട് അതിനെ കൊണ്ട് ചൂല് കെട്ടി ആ ചൂല് കൊണ്ടാണ് അടിച്ച് വൃത്തിയാക്കുന്നത്. അതിനുശേഷം ആദ്യം അദ്ദേഹം കൊണ്ടുവന്ന ജലം ഒഴിച്ചതിന് ശേഷം ആണ് ഈ അടിച്ച് വൃത്തിയാക്കുന്നത്. അതിനുശേഷമാണ് മറ്റുള്ള സ്ഥാനികർ പ്രവേശിക്കുന്നതും ഈ അഭിഷേകം നടത്തുന്നതും. ആ അഭിഷേകം നടത്തുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ കലശാട്ട് നാളിൽ മൂടിയിരിക്കുന്ന ആ മണ്ണ് കുറേ മാറ്റി സ്വയംഭൂ കണ്ടെത്തി ആ സ്വയംഭൂവിലേക്കാണ് ജലം ഒഴിക്കുന്നത്. ആ ചടങ്ങിന് ശേഷം അവിടെ നിന്ന് പോരും, എല്ലാ സ്ഥാനികരും പോരും. പിന്നീട് അവിടെ സ്ഥാനികരോ അല്ലെങ്കിൽ പൂജക്കായിട്ടുള്ള പ്രവേശനമില്ല. മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അക്കരെ പ്രവേശിക്കാം. ശരിക്കും പുറക്കുവാൻ കഴിഞ്ഞ് നിരെഴുന്നള്ളത്ത് കഴിഞ്ഞതിന് ശേഷം 20ാമത്തെ ദിവസം നിരെഴുന്നള്ളത്ത് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ കയ്യാലുകൾ കെട്ടിമെയ്യുന്നു. അപ്പോൾ നീരെഴുന്നള്ളത്ത് മുതൽ ഭണ്ണാരെഴുന്നള്ളത്ത് അല്ലെങ്കിൽ നെയ്യാട്ടത്തിൻ്റെ ആ ദിവസം വരെ ഈ കയ്യാലുകൾ കെട്ടിമേയാൻ പറ്റും. അതിനുള്ള ഒരു അനുവാദ ദിവസം എന്ന് വേണമെങ്കിലും നമുക്ക് നീരെഴുന്നള്ളത്തിനെ കാണാം. ഏതായാലും നീരെഴുന്നള്ളത്തിന് നടക്കുന്ന പ്രധാന ചടങ്ങ് അക്കരക്കടക്കലാണ്. അതിനുശേഷം നടക്കുന്ന ചടങ്ങ് മഹോത്സവത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വിളക്കുകളുടെ ഉത്സവം എന്ന് വേണമെങ്കിൽ നമുക്ക് വൈശാഖ മഹോത്സവത്തെ കാണാൻ സാധിക്കും. ധാരാളം വിളക്കുകൾ, ഓരോ വിളക്കിനും ഓരോ പ്രാധാന്യമുണ്ട്. അത്തരത്തിൽ മണിത്തറ, തൊട്ടപ്പുറം ഉള്ള ഭണ്ണാരറ, കൂത്തരങ്ങ്, 4 പാരമ്പര്യ ഊരാളന്മാരുടെ അവരെ കട്ടിലിന് തലഭാഗത്ത് വെച്ചിരിക്കുന്ന വിളക്ക്. ഇത്തരം വിളക്കുകൾ മുഴുവനും കത്തിക്കാനുള്ള തിരി മാർക്കറ്റിൽ നിന്ന് വാങ്ങാറില്ല. അതിൻ്റെ അവകാശികളായിരിക്കുന്ന മണിയൻ ചെട്ടി എന്ന സ്ഥാനിക പേരുള്ള ഒരു വിഭാഗം, ഒരു സ്ഥാനികരാണ് അത് നെയ്ത് കൊണ്ടുവരുന്നത്. ഉത്തര കേരളത്തിലെ അല്ലെങ്കിൽ പ്രാട്ടര ദേശത്തെ 18.5
തെരുവുകളിൽ നിന്ന് നൂലുകൾ സ്വീകരിക്കും. പുറക്കളത്തെ പ്രധാന തെരുവിൽ നിന്ന് നെയ്ത് കൊണ്ടുവരുന്നതാണ് ഈ തുണി. ഈ തുണിയുടെ പേര് കിള്ളി എന്നാണ് പറയുക. കിള്ളി. കുട്ടികളിൽ തന്നെ ധാരാളം സാങ്കേതിക പദങ്ങളുണ്ട്. ഏകദേശം ഒരു 400 ചില്ലറ സാങ്കേതിക പദങ്ങൾ കുട്ടികളുടെ ഉത്സവത്തിലുണ്ട്. അത്തരത്തിലുള്ള ഒരു പദമാണ് കിള്ളി. വിളക്കുത്തിരിയുടെ പേരാണ് കിള്ളി. ആ കൊണ്ടുവരുന്ന തുണി 18.5 തെരുവുകളിൽ നിന്ന് സ്വീകരിച്ച നൂലിൽ 18.5 കുത്തു തുണി ആണ് കൊണ്ടുവരുന്നത്. ആ തുണിയാണ് വിളക്കുത്തിരിക്കും നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളിലെ വിളക്കിന് തിരിയാക്കുന്നത്. മറ്റു വിളക്കുകൾക്കെല്ലാം മാർക്കറ്റിൽ നിന്ന് തിരി വാങ്ങിക്കുന്നുണ്ട്. ഈ തിരി മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കില്ല. ഇത്തിരിയും പ്രദേശത്ത്, അതായത് മണിത്തറ, ഭണ്ണാരറ, കൂത്തരങ്ങ്, 4 ഊരാളന്മാരുടെ കയ്യാലകളിലെ അവരെ സ്ഥാനപ്പുറത്തിന് തലഭാഗത്തുള്ള തലക്കൂത്തിൽ നിന്നാണ് പറയുക, തലഭാഗത്തിരിക്കുന്ന വിളക്ക്. ഇത്രയും വിളക്കുകൾക്കുള്ള തിരി ക്ഷേത്രത്തിൽ നിന്ന് തന്നെ കൊടുക്കണം. അത് കൊടുക്കേണ്ട സ്ഥാനികനുണ്ട്, അയാളാണ് തിരി കൊടുക്കുക. ആ തിരി കൊണ്ട് മാത്രമേ അവിടെ വിളക്ക് കത്തിക്കാൻ പാടുള്ളൂ. ആ തിരി കൊണ്ടുവരുന്ന ദിവസം നിരെഴുന്നള്ളത്ത് നാളാണ്. നിരെഴുന്നള്ളത്ത് നാള് അത് ചന്ദ്രശേഖരൻ തെരു കൂത്തുപറമ്പിനടുത്താണ്. അവിടുന്ന് അത് പുറക്കളത്താണ് ആ തെരു. അവിടുന്ന് നെയ്ത് കൊണ്ടുവരിക ചെയ്യുക. അപ്പോൾ ഇത് 18.5 കുത്താണ് എന്ന് പറഞ്ഞു. അതിൻ്റെ അളവും കൂടി ഞാൻ പറയാം. 2 വാരയാണ് ഒരു മുണ്ട്. ഒരു മുണ്ട് സാധാരണ ഒരു മുണ്ട് 2 വാരയാണ്. ഒരു വാര എന്ന് പറയുന്നത് 91 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 182 സെൻറ്റിമീറ്ററാണ് ഒരു മുണ്ട്. അങ്ങനത്തെ 4 മുണ്ട് ചേർന്നതാണ് ഒരു കുത്ത്. അപ്പോൾ 8 വാര, 91 ഗുണിക്കണം 8 സമം 728 സെൻറ്റിമീറ്റർ. അതാണ് ഒരു കുത്ത്. അത്തരത്തിലുള്ള 18.5 കുത്താണ്. 728-നെ 728 ഗുണിക്കണം 18.5 സമം 134.68 മീറ്റർ. ആകെ 74 മുണ്ട്. 74 മുണ്ടിൻ്റെ നീളം, അതായത് 134.68 മീറ്റർ. അപ്പോൾ 135 മീറ്റർ തികയില്ല, 134 മീറ്ററും ആവില്ല. 134.68 അത്ര തന്നെ തുണി വേണം. അത് വളരെ കറക്റ്റായിട്ടുള്ള കണക്കാണ്. ആ കണക്കിനുള്ള തുണി മാത്രമേ അവിടെ സ്വീകരിക്കുകയുള്ളൂ. അത് ഈ മണിയാൻ ചെട്ടിയാൻ്റെ നേതൃത്വത്തിൽ ഈ ചന്ദ്രശേഖരൻ തെരുവിൽ നിന്ന് തയ്യാറാക്കി ഇക്കര ക്ഷേത്രത്തിൽ എത്തിക്കുകയും ഇക്കര ക്ഷേത്രത്തിൻ്റെ പുറത്ത് ഭാഗത്ത് അത് പ്രത്യേക ഒരു സ്ഥലത്ത് കെട്ടി തൂക്കുകയ്യ. അവിടെ കൊണ്ടുവന്ന് ഈ നീരെഴുന്നള്ളത്ത് നാൾ അത് കെട്ടിത്തൂക്കുകയും ഭണ്ഡാരത്തോടൊപ്പം അക്കര ക്ഷേത്ര സന്നിധാനത്തിലേക്ക് അത് കൊണ്ടുപോവുകയും ചെയ്യും. അതാണ് കിള്ളിവരവ് എന്ന് പറയുന്നത്. പിന്നെ ചില ചടങ്ങുകൾ കൂടി നടക്കുന്നുണ്ട്. രാത്രി പുറക്കുവത്തിൻ്റെ നാളിലെ പോലെ തന്നെ ആയില്യാർ കാവിൽ അപ്പട നിവേദ്യം, അതിനെ പറ്റിയിട്ടെല്ലാം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിപ്പം വേണ്ട. പിന്നെ നടക്കുന്ന വലിയൊരു വിഷയമാണ്, വലിയൊരു ചടങ്ങാണ് വാവലിക്കെട്ട്. പൂർവ്വകാലത്ത് പടിഞ്ഞാറേ നടയിൽ വാവലിക്ക് പാലമുണ്ടായിരുന്നില്ല. വാവലിക്ക് പുറകെ കല്ലുകെട്ട് വഴിയുണ്ടാക്കും. കൂടാതെ വാവലി മുതൽ ഇന്നത്തെ ഇടവാവലി വരെയും വഴിയുടെ 2 ഭാഗത്തും പുഴ കല്ലുകൾ അടുക്കി വഴിതിരിക്കും. ഇതാണ് വാവലിക്കെട്ട്. ഈ പ്രവൃത്തി നമ്പീശന്റെ നേതൃത്വത്തിൽ നമ്പീശന്മാർ, മാരാർമാർ എന്നീ വിഭാഗങ്ങൾ ചേർന്ന് നീരെഴുന്നള്ളത്ത് നിന്ന് പിറ്റേനാൾ ഉച്ചക്ക് മുമ്പായി പണി തീർക്കും. യാഗോത്സവത്തിന്റെ സകല പൂജാവസ്തുക്കളും അഭിഷേക വസ്തുക്കളും വാവലിക്കെട്ട് വഴി മാത്രമേ സന്നിധാനത്തേക്ക് എത്തിക്കാൻ പാടുള്ളൂ എന്നാണ് നിശ്ചയം. നെയ്യമൃത് കലശപാത്രങ്ങൾ വാവലിക്കെട്ട് വഴി നിരക്കിയാണ് സന്നിധാനത്ത് എത്തിക്കുന്നത്. ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ഒരു 128 വർഷങ്ങൾക്ക് മുമ്പേ മാനന്തേരി മഠത്തിൽ ചന്തു നമ്പ്യാർ എന്ന ഒരു മഹാൻ എഴുതി വെച്ച ഒരു പുസ്തകമുണ്ട്, ദക്ഷിണ കാശി മഹാത്മ്യം. ഇതിൽ വളരെ വ്യക്തമായിട്ട് ഇത് വിവരിച്ചിട്ടുണ്ട്. ഈ വിവരണമാണ് ശരിയായ വിവരണം. അതിൽ അനന്തരം നീരെഴുന്നള്ളത്തിൻ കഥ ഈ പുസ്തകത്തിൽ അതിനെപ്പറ്റി വളരെയധികം ആധികാരികമായി വിവരിച്ചിട്ടുണ്ട്. അതാണ് നീരെഴുന്നള്ളത്ത്. ആ പുസ്തകത്തിൻ്റെ ഒരു ഗദ്യവിവർത്തനം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും യാഗോത്സവം. ശ്രീ തിരുച്ചിറമന്തി യാഗോത്സവം എന്ന പുസ്തകം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും ബുക്ക് സ്റ്റാളിലെല്ലാം കിട്ടുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. ഈ പുസ്തകത്തിലും അത് വളരെ ഈ ഓരോ ദിവസത്തെ ഓരോ ചടങ്ങുകളെ പറ്റിയും വളരെ വളരെ വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അതാണ് യഥാർത്ഥ കാര്യങ്ങൾ. ഇതാണ് കൊട്ടിയൂരിലത്തെ നീരെഴുന്നള്ളത്തിനെ പറ്റി പറയാനുള്ള ഒരു കാര്യം.